ഓം ശ്രീ വിഷ്ണുവായ വിഷ്ണുവായുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, വിഷ്ണുവായനെ കൊണ്ടു നടക്കേണ്ട ഉപാസന ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റം വരുന്നില്ല? അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, നമ്മളാ ചെയ്യുന്ന കർമ്മങ്ങളും അത് കർമ്മം കൂടാതെ നമ്മൾ ജപിക്കുന്ന ജപത്തിനും നമ്മൾ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങളും കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ടൊരു ഗുരുവിൽ നിന്ന് വാങ്ങി പലരും എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ മന്ത്രം തന്നെ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ ആ ജപിക്കുന്ന മന്ത്രത്തിന് ഒരു ശക്തി വരണമെന്നുണ്ടെങ്കിലും അതുകൂടാതെ നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ആ രീതി നമുക്ക് കൃത്യമായിട്ട് ഗുരുവിൽ നിന്ന് കിട്ടണം. ഈ ഗുരുവിൽ നിന്ന് മന്ത്രം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ആ ഗുരു പരമ്പരയായിട്ട് ബലമുണ്ട്. ആ മന്ത്രം എല്ലാവർക്കും കൊടുക്കുന്നതല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കായിട്ട് നമ്മളുടെ മന്ത്രങ്ങളായിട്ട് വേറെ ഉണ്ടാവും. ആ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ മാത്രമേ നമുക്കതിന് ശക്തിയുള്ളൂ. എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ മന്ത്രം തന്നെ നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? അതിനൊരു ബലവും ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരു നൽകുന്ന ബലത്തിന്, ആ മന്ത്രത്തിന്, ആ ഗുരു പരമ്പരകളുടെ ബലമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു മന്ത്രം ജപിക്കുകയാണ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മന്ത്രം ജപിക്കുകയാണ്, എനിക്കൊരു ഗുരുനാഥൻ തന്നു, അതിൽ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗുരുപരമ്പരകളുടെ ബലം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ബാധിക്കാതിരിക്കുകയുള്ളൂ. അതേമാതിരി തന്നെയാണ് അനുഷ്ഠാന കർമ്മങ്ങൾ, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കണം, അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ നമ്മൾക്ക് ഒരിക്കലും എന്താ പറയുക, സ്വാമിയുടെ കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് അനുഷ്ഠാന കർമ്മങ്ങളായിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടു നടന്ന് യഥാശക്തി പഠിച്ച്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുനാഥൻ പറയുന്ന അതേ രീതിയിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇതൊന്നും പഠിച്ച് ഒരാൾക്ക് തീർക്കാൻ പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യം വന്നതിൻ്റെ നമ്മൾ മന്ത്രോപദേശം കൊടുത്ത് അതിൻ്റെ യഥാശക്തി തകിടിൽ പൂജ നടത്തി അതിൽ ആവാഹിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കലശപൂജാതി കർമ്മങ്ങളും മറ്റുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സമയം കുറേ എടുക്കും. ഒറ്റയടിക്ക് വരുന്നതല്ല ഒന്നും. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിഷ്ണുവായ വന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കരിങ്കുട്ടിയുടെ മന്ത്രം എനിക്ക് അവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ജപിച്ചോട്ടെ? ആ ചെയ്യുന്നതിൽ തെറ്റുണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വാമിയുടെ മന്ത്രത്തിന് യഥാശക്തി നല്ല പവറാവാതെ ഒരു കാരണവശാലും കരിങ്കുട്ടിയോ മറ്റുള്ള കുട്ടിച്ചാത്തന്മാരെ വെച്ചുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട്. ഇത് നമ്മളെ വിളിക്കുന്ന പലരും പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്നോ എന്തൊക്കെയോ കിട്ടി, ഞാനതൊക്കെ എടുത്ത് ജപിക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്ത കേസുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്ക് ഞാൻ മാറ്റുന്നില്ല. സ്വാമിയുടെ ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിൻ്റെ രീതിക്കനുസരിച്ച് എങ്ങനെ ചെയ്യണം, ആ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളാ യഥാശക്തി കർമ്മങ്ങളും കാര്യങ്ങളും ഗുരുനാഥൻ പറയുന്ന രീതിയിൽ അണുവിണ തെറ്റാതെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ മന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനോ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഫലപ്രാപ്തി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കൊണ്ടു നടക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും അടയാളങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, ചെയ്യുന്ന മന്ത്രത്തിന് അല്ലെങ്കിൽ നമുക്ക് തരുന്ന യന്ത്രാദി കർമ്മങ്ങളും വിഗ്രഹാദികളാണെങ്കിലും അതിനൊരു ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരി കർമ്മങ്ങൾ നമുക്ക് ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലപ്രാപ്തി കിട്ടും. നേദ്യാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണത്? ആ ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടാവും. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തന്ന ആളുടെ ഭാഗത്തുനിന്ന്. ആ പഠിപ്പിച്ച് തരുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്നുകൊണ്ട് വ്യത്യാസം ഉണ്ടെങ്കിലും അത് നമ്മളെ തന്നെ ഭാവിക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് എനിക്ക് അവരുടെ കുറ്റമാണ് ഇവരുടെ കുറ്റമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം ഉണ്ടാവാം, തന്നു വിടുന്ന ആളുടെ കുറ്റം ഉണ്ടാവും, ഇല്ലേ? അതുകൊണ്ട് അത് യഥാശക്തി കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ലൊരാളുടെ അടുത്തുനിന്ന് മാത്രം മേടിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങളുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ എല്ലാവരും പറയുന്നത് വിഷ്ണുവായ ഉപാസന നടത്തേണ്ടത് ഞാൻ മന്ത്രവാദിയാണ്, അതൊന്നുമല്ല. സ്വാമിയിൽ മനസ്സറിഞ്ഞ ഭക്തിയും അതിൻ്റെ കർമ്മങ്ങളും സ്വാമിക്ക് നേദ്യാദി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എത്ര വലിയ ഭക്തനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ ഉപാസനാണെന്നോ ഞാൻ ഒരിക്കലും ഒരാൾക്കടുത്തും പറയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കാറുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വാമിയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ചെയ്ത് മനസ്സറിഞ്ഞ് സ്വാമിക്ക് കൊടുക്കുമ്പോൾ ആ സ്വാമി സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ പലരും നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം ശ്രീ വിഷ്ണുവായ നമ്മൾ എല്ലാവരെയും വിഷ്ണുവായ അനുഗ്രഹിക്കട്ടെ.